ഒന്നും சொல்லல ഇനിയും. ഞാൻ പലിശയ്ക്ക് പൈസ കൊടുക്കണമെല്ലാം നിർത്തി. അതില്ല സാർ, എനിക്ക് വെറും 5000 രൂപ മതി. അടുത്ത മാസം ഞാൻ പലിശ അടക്കം തരാം. ഇല്ല, ഞാൻ പലിശയ്ക്ക് കൊടുക്കുന്നില്ല ഇപ്പൊ. சரி, இதை பாருங்க, இவனை ஊருக்கு போகணுமா, இவனு ஒரு 5000 ரூபாய் கொடுக்கல. நல்ல பையன், அவன் கரெக்டா தந்துரும். இப்போ ஏதாவது பிசினஸ் ஆனது கொடுங்க, அப்போ நான் தரேன். என்னங்க சார்? பிசினஸ் ஏதாவது பண்ணுங்க, அப்போ நான் காசு தரேன். சார், நான் வந்து வெளியூருக்காரன், எப்படி சார் இங்க ஊர்ல எல்லாம் பிசினஸ் செய்ய முடியும்? நீங்க ஒரு லாட்டரி கடை தொடங்க முடியுமா? லாட்டரி கடையா? ஆமா. 10 காசு கையில் இல்ல சார். லாட்டரி சீட் காசு வேണ്ട, லாட்டரி நான் தரேன். ஏதாவது ஒரு கடை அட்ஜஸ்ட் பண்ணி செய்யுங்க. லாட்டரி நீங்க தருவீங்களா? ஆமா, நான் தரேன். வித்ததுக்கு அப்புறம் காசு தந்தா போதும். நீங்க வித்து கமிஷன் எடுத்ததுக்கு அப்புறம் காசு தந்தா போதும். எவ்வளவு டிக்கெட் வேணா தரும்? எவ்வளவு வேணா தரேன். அல்ல சார், அப்படி ஒரு சிக்கல் இருக்குதே. இல்லடா, நாங்க கடை போடணும்னா அதுக்கு மேசை வேணும், போர்டு வேணும். அதுக்கெல்லாம் நான் காசு தரேன். அதுக்கு முதல்ல காசு தரும். ஆமா. அப்புறம் தேவையானா சொன்ன நாளைக்கு லாட்டரி டிக்கெட் தரும். ஆமா. அது മോശം. പിന്നെ ഒരു മലയാളിയും കൂടെ വെക്കണം. അതെന്തുക്ക് സാർ? ഉങ്ക പാർട്ട്ണർ ഒരു മലയാളി ഇരിക്കട്ടെ. അത് ശരിதான், കേരളത്തിൽ തന്നെ ബിസിനസ് പண்ற മലയാളി കിട്ടും. ഞാൻ മലയാളിയില്ലേ, കാസർഗോഡ് മലയാളിയില്ലേ? നീ ഞാൻ മലയാളി. ഞാൻ മലയാളി ഉണ്ട്. ഇവർ പറ്റുമല്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചെന്നിട്ട് ലോട്ടറി കട അല്ലേ? നിങ്ങൾ മുതലാളിയാ ഇരിക്കല്ലേ? ஆமா, அது சரிதான். லாட்டரி ஏஜென்ட் இல்ல? ஓ, சரி சரி. எப்போ சரியாகுதோ அப்போ പറഞ്ഞാ போதும். சரி, நான் விളിക്കാൻ. സ്ഥലം എല്ലാം റെഡിയാണ്. ഞാൻ കൂപ്പറങ്ങി സാർ. ശരി ശരി. ഓക്കേ. സംഭവം അല്ലേ? തങ്കപ്പെട്ട മനുഷ്യൻ. ഓ, പിന്നെ ഇതുപോലത്തെ മനുഷ്യന്മാരെ നമ്മളെ കാണാൻ കിട്ടും ഇക്കാലത്ത്. சரி சரி. മലയാളിയായിട്ട് നീ പറയുന്നു சொன்ன. ഉന്നെ പരിയൻകുട്ടി വിടുമാ? എപ്പോഴും പരിക്കൂട്ടിനൊക്കെ നിന്നിട്ട് എന്ത് കാര്യം? നമുക്കൊരു ആവശ്യത്തിന് ഒരു പൈസ ചോദിച്ചാൽ ഇപ്പൊ ഒരു 5000 രൂപ ഇന്ന് ചോദിച്ചാൽ 25 ദിവസം കഴിഞ്ഞിട്ട് ആ പൈസ തരുന്നത്. ഇതിപ്പോ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ആവുന്ന 5000 രൂപ, 2000 രൂപ, 1000 രൂപ എടുത്ത് പോവാലോ. അത് சரிதா. എപ്പോഴും നമ്മ അവരുടെ മുന്നിൽ ഇപ്പടി നിൽക്ക വേണ്ടിയതില്ല. നമുക്ക് ഒരു നാൾ മുതലാളി ആവണമല്ലേ? പിന്നെ എനിക്ക് നാട്ടിലേക്കെല്ലാം പോകുമ്പോ എന്ത് വിലയുണ്ടാവും. அது சரியா? என்ன வேலைன்னு கேட்டா எனக்கு லாட்டரி ஏஜென்சி நானு அப்படின்னு சொல்லலாம். முதலாளி. அப்ப நமக்கு அந்த அம்பலத்துக்கு போற வழியில திருவில ஒரு இடம் இருக்குது இல்ல, ஒரு டீ கடைக்கு பக்கத்துல. காலையில நிறைய கூட்டம் இருக்கும், சாயந்தரம். அங்க நமக்கு கடை வைக்கலாம். അത് മോശമല്ല, നല്ല ആളുണ്ട് അവിടെ. എപ്പോ നോക്കിയാൽ ആള്. ലോട്ടറി എടുക്കാത്ത ഒരേ മനുഷ്യനും ഇല്ല. നമുക്ക് அந்த സ്ഥലത്തില് റെഡി பண்ணலாமா? അവിടെ പറ്റും. എന്നാ നമുക്ക് അധികം നീട്ട് വേണ്ട, 2 നാൾ 3 നാൾക്കുള്ള തന്നെ ലോട്ടറി ആരംഭിക്കണം. ഓക്കെയാ? സാറെ വിളിച്ച് ഞാനെല്ലാം പറയട്ടെ. എല്ലാം വിളിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പേരിടണ്ടേ ഇനി? ആമാ, പേര് വേണം. എന്ത് പേരിടും? ദൊരൈ ലക്കി സെന്റർ. നല്ല അത് നിങ്ങൾക്ക്. ഇപ്പൊ നമ്മ രണ്ടാളും കൂടിയിട്ട് തുടങ്ങുന്നത് നോക്കണം. ഓ, അത് ശരിയാ. അപ്പൊ രണ്ടാളെ പേരും വേണം. കുഞ്ഞുകുട്ടൻ ലക്കി സെന്റർ. അത് മോശമല്ല. അല്ല, അത് മോശം. എന്റെ പേര് മാത്രമില്ലേ? ഞാൻ അപ്പൊ ഒന്ന് പണലാമേ. കുഞ്ഞു ദൊരൈ ലക്കി സെന്റർ. അടിപൊളി. சரி, அப்ப நீ எப்படியோ போய் பரியன்குட்டி கிட்ட சம்மதம் வாங்கிட்டு வா. நானே அழியனை பாத்துட்டு வரேன். പരീക്കാന്ന് കേൾക്കുമ്പോ തന്നെ இனி எதுக்கு பயப்படணும்? இனி இங்க இருந்து அப்புறம் பரீக்க நம்ம முன்னாடி வந்து இப்படி நிக்கும். എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു കാറ് സ്വന്തമായിട്ട്. டேய், நம்ம என்ன பிசினஸ் பண்ண போறேன்? நம்ம രക്ഷപ്രഭു லாட்டரி சீட் தானே. நம்ம வித்த டிக்கெட்ல ஃபர்ஸ்ட் பிரைஸ் அடிச்சிரு வெச்சுக்கோ. நமக்கு கமிஷன் இருக்கு. അപ്പൊ അതിന്റെ പൈസ கார் ஓடிக்கலாம். இனி அது இல்ல, விக்காத டிக்கெட் இருக்கும்ல, அது அடிச்சிரு வெச்சுக்கோ. உள்ள காசு நமக்கு தானே. എങ്ങനെയാണ് കാർ ഉറപ്പാണ്? கார் உറപ്പല്ലേ? சரி, வா போலாம். நீ எப்படி போய் பரி பைக் ഈ ബുദ്ധി നമുക്ക് അന്നേ തോന്നുന്നത്. വാസുവേട്ടാ, ഒരു വഴിക്ക് ഇറങ്ങുമ്പോ പിന്നെ വിളിച്ചു. അതല്ല നിങ്ങള് ചോറെടുക്കാണ്ട് പോകുന്നുണ്ടാ? ഇന്ന് ചോറ് വേണ്ട, ഇന്ന് വേറെ പണിയാണല്ലോ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞോടെ രാവിലെ എങ്ങനെ എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. എന്നാ പിന്നെ അത് വെക്കുമ്പോ ഇത് ചോദിച്ചോടെ നിനക്ക്. ഇതൊന്നും കൊണ്ടുപോകുന്നല്ലേ, പിന്നെന്താ? നീ വേണ്ട, നീ എന്നെ തിന്നു. ഇത് തിന്നൂടെ കട്, അടുത്ത അടിയൊക്കെ വരട്ടെ. അളിയാ അളിയാ, ഇതെന്താ വരില്ലേ எங்கடு? പണിക്ക് വരില്ലേ? இல்ல இல்ல, അതെന്താ പണിക്ക് വരാത്ത? ரொம்ப பிஸி, வர முடியல, வேற வேலை இருக்கு. അതെ, 8-10 ദിവസം പിടിക്കണ പണിയാണ്. നിന്നെ കൂടിയും കണ്ടിട്ടാണ് ഞാനത് എടുത്തത്. 10 ദിവസം പോയിട്ട് 10 നിമിഷം സുമ്മാ இருக்கிறதுக்கு டைம் இல்லையா? നീ എന്താ വരാത്തതല്ലേ കാര്യം പറയുന്നോട്? അതിപ്പോ എല്ലാം അങ്ങോട്ട് சொல்லணுமா? நான் வரல, அவ்வளவுதான். അതിന് കാരണം എന്താണ്? அதெல்லாம் இதுவா தெரிஞ்சுக்கும், இப்ப சொல்ல வேண்டிய அவசியம் இல்ல. എന്നാ പിന്നെ വരണ്ട, നിങ്ങള് പോയിക്കോ. അപ്പൊ നീ എന്റെ കൂടെ വരുന്നില്ല? இல்ல,
തമിഴിൽ சொன்னது പുരിയില്ല. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല മലയാളത്തില്. പുരിഞ്ചതപ്പോ? അപ്പൊ എന്നാ നിനക്ക് പറയാൻ ഞാൻ വേറെ ആളെ വെക്കട്ടെ? വേറെ ആളെ വെക്കട്ടെ? പിന്നെ എന്റെ കൂലിക്ക് വേറെ ആളൊക്കെ വെക്കാൻ ഒട്ടും. കടലിലു മേലെ മോഹപ്പൂ കുരുവി പറന്നേ. ടിങ്ക് ടിങ്ക്. ആശാനേ, 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 ആശാനേ. ആ ആശാനെ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താണ് നീ കടയിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന്? ആശാനെ, എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം. എത്ര? ഒരാഴ്ചത്തെ മതി. ഒരാഴ്ചത്തെ ലീവോ? ഇതെന്തിനാണ് ഒരാഴ്ചത്തെ ലീവ് എനിക്ക്? ശരി, എനക്ക് ആവശ്യം ഉണ്ടാവില്ലേ ആശാനെ? ഒരാഴ്ച എന്താ ആവശ്യം എനിക്ക്? ആശാന്റെ ആവശ്യത്തിന് ആശാൻ എന്നോട് ചോദിക്കുന്ന ലീവ് വേണം ലീവ് വേണമെന്ന് ഉണ്ടാ? എന്താ ഈ ഹംക്ക് പറയണ? അതിനല്ലേ ഇപ്പൊ ഞാൻ എന്നെ പണിക്ക് നിർത്തിയേക്കണേ. എന്റെ കടയിൽ എന്നെ പണിക്ക് നിർത്തിയേക്കണ എന്റെ ആവശ്യത്തിന് പോവാനും വരാനൊക്കെ അല്ലേ? അതെ. അതിന് പലക്കെന്താണ്? അപ്പൊ അതൊന്നും എനക്കറിയേണ്ട ആവശ്യമില്ല. എനക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം. തരാൻ പറ്റുമോ? ഇതെന്താ കാരണം? കാരണം എന്തിനാന്ന് ആശാനോട് ഞാൻ പറയുന്നത്. എനിക്ക് എന്തെല്ലാം കാരണം? എനക്ക് വീട്ടിൽ പോകേണ്ടി വരും. ഞാൻ കല്യാണം കഴിച്ചില്ല ആശാനെ, കഴിച്ചില്ല. എനിക്കൊരു വീടുണ്ടോ മര്യാദക്ക്? അപ്പൊ എന്റേതായ ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം. ഇപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് കല്യാണം കഴിച്ച് വീട് വെക്കാൻ പോവാ? ഒരാഴ്ച കഴിഞ്ഞ് കല്യാണം കഴിച്ച് എന്തെന്ന് ആശാൻ നിങ്ങൾ എന്തടാ കുഞ്ഞുട്ടഞ്ച് പറഞ്ഞൊരു പീഡയിലേക്ക് പണിക്ക് വന്നേക്കല്ലേ? ഈ അവിടെ വന്നിട്ട് ഒരു ഒറ്റ ദിവസം അങ്ങോട്ട് വന്നിട്ട് ഇക്ക് ഒരാഴ്ച ലീവ് വേണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞത് മനസ്സിലാവില്ല. എവിടേക്ക് പോരെ? എന്റെ ഭാവി എനിക്ക് നോക്കണം ആശാനെ. അന്റെ ഭാവി നോക്കാൻ ഈ പീഡ അടച്ചു പൂട്ടിട്ട് അങ്ങോട്ട് പോവലാ? അതാ ചെയ്യാ? അന്നെ ഇവിടെ പണിക്കെടുത്തല്ലേ? കണ്ട ആരും ഇവിടെ പണി ചെയ്യുന്ന സ്ഥലല്ലേ? പിന്നെ എനിക്ക് ഒരാഴ്ച ലീവ് വേണമെന്ന് പറഞ്ഞാല് ആശാനെ എന്നെ പിരിച്ചു വിട്ടാനൊക്കെ പ്രശ്നമില്ല. അത് ശരി. അപ്പൊ ഇവിടെ ഇത് അന്നെ ആരെ പറഞ്ഞു ഏമിച്ച് വിട്ട മാതിരി ഉണ്ടല്ലോ. ഇതാരാ എന്നെ പറഞ്ഞു വിട്ടേക്കാണല്ലോ ഇതും പറയാൻ പറഞ്ഞിട്ട്? ആരെ വന്നിട്ട് പറഞ്ഞാ? പറഞ്ഞാണോ? എന്ത്? അങ്ങനല്ല. പിന്നെ എങ്ങനെ? ആശ എന്തൊക്കെ ഉദ്ദേശിക്കണേ? എന്താ ഉദ്ദേശിക്കണേ? എനിക്ക് എന്തിനാ ഈ ഒരാഴ്ചത്തെ ലീവ്? മര്യാദക്ക് സത്യം പറഞ്ഞോ, എന്തിനാ എനിക്ക് ഒരാഴ്ചത്തെ ലീവ്? ആശാനെ, എന്റെ പേഴ്സണൽ കാര്യാന്ന്. ഈ നിലക്കൊക്കെ സംസാരിച്ചു തുടങ്ങി. ലീവ് വേണം, അതിനൊരു മാറ്റമില്ല. അതിന് പിരിച്ചു വിട്ടാനൊക്കെ ഒരു പ്രശ്നമില്ല ആശാനെ. ഇവിടുന്ന് പോയി ഞാൻ. പോണെങ്കിൽ പോയിക്കോ, ഒരാഴ്ച ലീവ് എടുത്തോ. പക്ഷെ ഇപ്പൊ ഈ പറയണ ഈ വർത്താനം ഉണ്ടല്ലോ, അതൊരു മര്യാദ ഇല്ലാത്ത വർത്താനാ. അയച്ച് മനസ്സിലായിക്കോ. അന്റെ പല കൂട്ടുകെട്ടിന് ഞാൻ നിന്നിട്ട് ഇതിച്ച് പറഞ്ഞ ശരിയല്ല. ഒരാഴ്ചക്കാണെങ്കിൽ ലീവ് വേണമെന്നെങ്കിൽ ഇന്ന് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ അന്റെ പൂതി എന്റെ മനസ്സിലിരിക്കുള്ളൂ. അത് മനസ്സിലായിക്കോ. ആശാനെ ഒരു മര്യാദ തന്നിട്ടുണ്ട്, ഞാൻ ബഹുമാനം തന്നിട്ടുണ്ട്. പറഞ്ഞേക്കാം. ഇങ്ങനെ അസ്ത്രം പറഞ്ഞ മോന്ത കുട്ടി നോക്കിയാൽ പിടക്കും ഞാൻ. ആശാനെ ഇപ്പൊ വേണമെങ്കിൽ എന്നൊരു അടി അടിച്ചോ. അന്നെ അടിച്ചു ഞാന് അടി കൊണ്ട് പൂജപ്പെടുന്നേ. ഞാൻ മര്യാദക്ക് അറിയിക്കോപ്പെടുന്നേ. ആശാനെ, ആശാന്റെ ചടാന് സൈക്കിൾ എടുത്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇതുവരെ എടുത്തതോ തന്നെ. ഇനി ഞാൻ എന്റെ കാർ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. അതാണ് വെച്ചിട്ട് ഞാൻ പോവുക. ആശാനെ കുഞ്ഞുട്ടായി ഇറങ്ങരുത്. ഈ മര്യാദക്ക് ഇറങ്ങി എന്താ മനസ്സിലാക്കിയത് വെച്ചാല് ഞാൻ എന്റെ ജീവിതത്തിൽ കാണാത്തൊരു ഭാവാണ് ഓനിക്ക് ഇതൊക്കെ സംസാരിക്കുമ്പോ. അവൻ വന്നത് എന്നോട് ഒരാഴ്ചത്തെ ലീവ്, ആശാനെ ഒരാഴ്ചത്തെ ലീവ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇതും ചോദിച്ചോണ്ടാ വന്നത്. ഞാൻ പറഞ്ഞു എന്തിനാണ് ഇപ്പോ അത്യാവശ്യമായിട്ട് ലീവ്? എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. അങ്ങനെയൊക്കെ എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. ഞാനൊരു മനുഷ്യനല്ലേ. ആശാന്റെ ഓരോ ആവശ്യങ്ങൾക്ക് ആശാൻ ലീവ് എടുക്കണില്ലേ? ഞാൻ പറഞ്ഞടാ, ഞാൻ അങ്ങനെ ലീവ് എടുക്കാനാണ് അന്നൊക്കെ അവിടെ പണിക്ക് നിർത്തിയേക്കണത്. അപ്പൊ ഈ അവിടെ വന്നിട്ട് ലീവ് എടുത്താ പിന്നെ ആ കടയിൽ ആരാളുള്ളത്? ഞാൻ കട നോക്കണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പർക്ക് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അല്ല, ആശാൻ ലീവ് തന്നില്ലെങ്കിലും ഞാൻ പോവും. അങ്ങനെയൊന്നും ഇപ്പൊ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതാണ് എവിടുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ആരടാ അന്നതിന് പറഞ്ഞു വിട്ടത്? അന്നത് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? പറഞ്ഞു ആര് എന്നൊക്കെ പറഞ്ഞ തപ്പുക. ഇത്ര ഉള്ളപ്പോ വന്നാണ് കൂടെ. അല്ല, ഒന്ന് ആലോചിച്ചോക്ക്. ഇന്നോട് അങ്ങനെ പറയാനുള്ള ധൈര്യം. ആശാൻ വേണമെങ്കിൽ അങ്ങനെ ലീവ് തന്നില്ലെങ്കിൽ ഇന്നെ പറഞ്ഞു വിട്ടോ. അതൊക്കെ പറഞ്ഞേ ആരോ ഇട്ട് ഇളക്കുന്നുണ്ട് അവനെ.
അതാണ് സംഭവം. അല്ല എന്നാലും ഇതേ വരെ എന്നോട് ഇങ്ങനെ പ്രയാസത്തിന്റെ അല്ല, എത്ര ചെറുപ്പം മുതലിന്റെ ഒപ്പം നിക്കണ ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഓനൊക്കെ എന്നോട് വന്ന അങ്ങനെ അങ്ങനെ ഞെളിഞ്ഞെന്ന് അത് പറയാൻ പാടില്ല, അത് പറയാനേ പാടില്ല. അങ്ങനെയൊക്കെ പറയാൻ അങ്ങനെയാണെന്ന് വളർന്നു വലുതാകുമ്പോ അവരവന്റെ കാര്യം നോക്കും. പിന്നെ അതേപോലെ തന്നെ ഇന്നിപ്പോ ഞാൻ പണിക്കിറങ്ങുന്ന സമയത്ത് ദോരെ ആ ബെഞ്ചുണ്ടല്ലോ, ബെഞ്ചിന്റെ മുകളിൽ കാലിന്റെ മുകളിലൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക. ഞാൻ ചോദിച്ചു, നീ എന്താ പണിക്ക് വരില്ലേ? ഇല്ല, ഞാൻ പണിക്ക് വരില്ല, എനിക്ക് പണി വേറെ ചില പരിപാടികളുണ്ട്. അപ്പോൾ എന്ത് പരിപാടി അത് പറയില്ല. അപ്പോൾ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ പോവാം. ഈ പരിപാടി കണ്ടിട്ടാണ് ഞാൻ പണിയെടുത്തത്. ഈ പണിക്ക് വന്ന ഈ നമുക്ക് ആയിട്ടില്ലേ? അപ്പൊ പിന്നെന്താ ഇല്ലേ? അപ്പോൾ എന്ത് പണിക്ക് വന്നിട്ടില്ല, ഞാൻ ഒരു ഒട്ടും കൊടുത്തിട്ട് ഞാൻ പോരും ചെയ്തു. എനിക്കിപ്പോ രണ്ടും കൂടിയും ഇങ്ങനെ കൂട്ടി വായിച്ചു നോക്കുമ്പോ അതിലെന്തോ ഒരു കുഴപ്പമുണ്ടോന്ന് എനിക്കൊരു സംശയം. കുഴപ്പമുണ്ട്. ഞാൻ അതാണ് ആലോചിക്കണം. ഞാൻ ഇന്നലെ മറ്റേ ഹൈടെക്കിൽ ചെന്നിട്ടുണ്ടായി ഒരു പ്രിന്റ് എടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ ചെന്നപ്പോ ഇവരൊരു ഇതടിക്കാൻ കൊടുത്തിട്ടുണ്ട്, ഫ്ലെക്സ് അടിക്കാൻ. കുഞ്ഞൂട്ടനാ ഉണ്ടെന്ന് കൊടുത്തതെന്ന് പറഞ്ഞു. കുഞ്ഞു ദൊരൈ ലക്കി സെന്റർ എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു ഷോപ്പിന്റെ ബോർഡ്. ഇവര് അതിനുള്ള ധൈര്യം ഒന്നുണ്ട് അവരുടെ വേറെ എല്ലാവർക്കും സഹായത്തിന് ഇവരാണെന്ന് കുഞ്ഞൂട്ടനാ ഉണ്ടെന്ന് കൊടുത്തതെന്ന് പറഞ്ഞ ബോർഡ് അടിക്കാൻ. കുഞ്ഞു ദൊരൈ. കുഞ്ഞു ദൊരൈ. ദൊരയും കുഞ്ഞൂട്ടനും കൂടി ചേർന്നിട്ട് ലക്കി സെന്റർ എന്ന് പറയുമ്പോ ആന്ന് ലോട്ടറി കച്ചവടമാണ്. അപ്പൊ ഇവന്മാര് രണ്ടുപേരും കൂടി അത് തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആ പാലത്തിന്റെ മൂലക്കുള്ള ജംഗ്ഷനില്ലേ, അവിടെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി എന്തോ തട്ടൊക്കെ ഇടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഞാനോർത്ത് ഇവന്മാര് വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും എന്നാ ഓർത്തത്. ഈ ബോർഡ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പൊ എങ്ങനെ പോയാലും ഇതിന് പൈസ വേണ്ടേ? പൈസ വേണ്ടി വരും. പിന്നെ അപ്പൊ അതിനുള്ള പൈസ എവിടെ ഇവരെടുത്ത്? അതവര് കണ്ടെത്തിയിട്ടുണ്ട്. ഇവന്മാര് രണ്ടും കൂടി തുടങ്ങിയാണ് അത്. നോക്കിക്കോ, വേണമെങ്കിൽ ഇത് വന്ന് പറയും ചിലപ്പോ. നിങ്ങളോട് തന്നെ പറയും ഇന്ന പരിപാടി തുടങ്ങണ്ട. അപ്പൊ അതാണ് ഇപ്പൊ ഇത്രയും വലിയ ധൈര്യത്തിൽ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കണ്ടേ? സംഭവം നല്ല പരിപാടിയാണ്. ലോട്ടറി ടിക്കറ്റ് കച്ചവടം എന്നൊക്കെ പറയും. രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. പക്ഷെ അത് പറഞ്ഞെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞിപ്പോ അവൻ നന്നാവണേലേ അമ്മക്ക് എന്താണ്? ഈ ചങ്ങായി അവിടെയും ഇവിടെയും പോയിന്ന നാട്ടുകാരെ അടി കൊള്ളുക എന്നല്ലാണ്ട് ഒരു വകതിരിവില്ലല്ലോ. ചെയ്തോട്ടെ. അല്ല ഞാൻ അതാണ് വിടാണ്ട് പിടിച്ചേക്കണേ. എത്ര ചെറുപ്പം മുതൽ ഞാൻ തീറ്റിപ്പൂറ്റി വളർത്തണ. ഒരു ഗുണമില്ലാത്തപ്പോഴും ഞാൻ ഈ ചായയും കടിയും മേടിച്ചു കൊടുത്ത് ഭക്ഷണവും മേടിച്ചു കൊടുത്ത് അവിടെ ഇരുത്തിയതാണ്. ഒരു ഗുണമില്ലാത്തപ്പോ. ഇപ്പഴല്ലേ ഇപ്പൊ കുറേശ്ശെ കൊടുക്കെങ്കിലും തിന്നാൻ തുടങ്ങി. പിരിച്ചു വിട്ടവനാ. പിരിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ ആ ജാതി വീട്ടിലാ വിട്ട് ഓരോ എണ്ണ അങ്ങോട്ട് കൊടുത്തു ഞാൻ. പിന്നെ അല്ലാണ്ട് ഞാൻ പറഞ്ഞു ചിഞ്ഞിപ്പടം നിക്കണ മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. ആശാൻ തല്ലണെങ്കിൽ ഇപ്പൊ തല്ലിക്കോ, നാളെ എന്നെ തല്ലാൻ പറ്റുന്ന ഒരാറ്റ പെട കൊടുത്തു ഞാൻ. അതുകൊണ്ടാ പോയത്. ഞാൻ ന്യൂട്രൽ അവനോട് ചോദിച്ചു മനസ്സിലാക്കാൻ എന്താ പരിപാടി എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലായിടത്തും പോട്ടെ. ഇനി എന്തിനു ചോദിക്കണം? ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, എവിടെയെങ്കിലും പോയിട്ട്. ஐஸ்வர்யமா கொடு. ஐஸ்வர்யமா ஒரு நல்ல டிக்கெட் எடுத்து கொடு. நீ இங்க இருந்துக்கோ, கேஷ்ல இருந்துக்கோ. என்ன இன்னைக்கு எடுக்கிறது தராம இன்னைக்கு எடுக்கிறது. ஏது நம்பர் வேணும் பார்த்து எடுத்துக்கோ. பார்த்து எடுத்துக்கோ. நம்பர் பார்த்து. அது நல்ல நம்பர் தான். ஏது ஏது வரும்? சரி சரி. அடிக்கும் கண்டிப்பா அடிக்கும். சரி. നോട്ടറി. ഏത് ടിക്കറ്റ് വേണം? ഇന്നത്തെ ഒരു ടിക്കറ്റ് കൊടു. போதுமா? இந்த டிக்கெட் நம்ம கொடுத்தது. இதுதான் செகண்ட் பிரைஸ் 5 லட்சம் ரூபாய் அடிச்சிருக்கு. அடிச்சவன் பாக்கியவன் தான். எப்படி இருந்தாலும் 5 லட்சத்துல கமிஷன் நமக்கு கிடைக்க போகுது. നമുക്ക് കമ്മീഷൻ പോരെ. பாய்
ബൈക്കിട്ട് പോയി പരിക്കുട്ടിട്ട് പോയി ഇതാ പാரு ഒരു സെക്കൻഡ് ஹேண்ட் கார் வாங்கிட்டு வலசலாம் நம்ம கடைக்கு தானே 5 லட்சம் அடிச்சே. ஆமா செகண்ட் பிரைஸ். அந்த ஆளு யாருன்னு தெரியுமா? அது யாருன்னு தெரியல. தெரியணுமே. பிரயோஜனம் இல்ல, நமக்கு சர்க்கார்ல கமிஷன் கிடைக்கும்ல. இல்ல இல்ல, அந்த ஆளை பிடிக்கணும். எதுக்கு அந்த ஆளை பிடிக்கணும்? பிடிச்சாதானே அதானே நம்ம பிசினஸ். அது நம்ம பிடிச்சிட்டு என்ன பண்றது? நம்மளால 5 லட்சம் கொடுக்க முடியாது, அது பேங்க் தானே மாத்தும். பிடிக்க முடியுமே, அது பிடிக்கணும். ஐயா இதுக்கு நம்ம பிடிக்கணும், அதுல என்ன பிரச்சனை? ஆமா இந்த பையன் இங்க இருந்து தான் லாட்டரி வாங்க. 5 லட்சம் ரூபாய் அடிச்சிக்கிறேன். அச்சடா உடுக்குடா அடிச்சுடா. வர்ற 5 லட்சம் கடத்து போலீஸோட வந்திருக்குது. ഇത് വ്യാജ ലോട്ടറിയാണ്. വ്യാജ ലോട്ടറിയാണ്. அது எப்படி வியாஜ லாட்டரி வரும்? ഇങ്ങിന്ന് വാങ്ങിയ വ്യാജ ലോട്ടറിയാണ്. ஐயோ ഇവിടെ எப்படி வியாஜம் வரும்? இது இந்த ஆளுடைய லாட்டரி டிக்கெட். நான் இது ஏய் நான் போய் ஐயோ சார் அது அவருடைய டிக்கெட். நாங்கள் வரும். அல்ல சார் நாங்க பாவங்க சார். ஐயோ சார் நாங்க பாவங்க சார். சார் நாங்க அல்ல சார். സാർ ഞങ്ങൾ വെറുതെ ടിക്കറ്റ് കൊടുത്തതാണ് സാർ, ഞങ്ങളല്ല സാറേ. ഇപ്പൊ ഇങ്ങനെ ഒരു പിടിപാടുള്ളതുകൊണ്ട് നമ്മ ചെന്നപ്പോ തന്നെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റി, അല്ലെങ്കിൽ ഒന്നും വെട്ടം കാണൂല. വെട്ടം കാണുന്നോ മറന്നു കൊണ്ടുവരുത് ശരിക്കും പറഞ്ഞ അതാ പരികുട്ടിയെ കുടുംബത്തിൽ കയറ്റാൻ പറ്റില്ല രണ്ടെണ്ണത്തിന് അല്ലേ? എന്റെ പെങ്ങളെ ഭർത്താവായി പോയി, അതുകൊണ്ട് മാത്രം ഞാൻ ഈ വൃത്തിയായിട്ട പരിപാടിക്ക് നിന്നത്. വകതിരി ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? നമ്മളല്ലാണ്ട് പിറ്റേ ആരെക്കുറിച്ചിട്ടാ ചെയ്യും? ഇനി നിന്നോടൊരു കാര്യം, വെറും മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രമാണ് ഞാനിപ്പോ ഈ പരിപാടിക്ക് വന്നത് കേട്ടാ. ഇത് ഒന്നും രണ്ടും തവണ ഒന്നല്ല, ഒരുപാട് തവണയായിട്ട് നീ ആളായിട്ട് കളിപ്പിക്കുകയാണ്. ഈ ലോട്ടറി ചീട്ട് വിൽക്കരുത്. നീ കൊണ്ടാടക്കണോ അളിയാ? ഞാൻ എന്നെ പണ്ടോ അളിയാ? നീ ഇനി ഒന്നും ചെയ്യണ്ട, നീ വരിക പോവുക എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ നീയായിട്ട് ഒരു ബന്ധമില്ലാന്ന് കൊണ്ടാടക്ക്. നീക്ക് சொன்ன மாதிரி நான் എല്ലാ വേലയും ചെയ്ത് ഇങ്ങനെ നിന്നിக்கிறேன். വേറെ ഒരു വഴിയില്ല അളിയാ. വേണ്ട ഒരു പരിപാടിയില്ല, നീ ആയിട്ടുള്ള ഒരു ഇടപാടില്ല, നിർത്തിയത്. എടാ ദോരെ, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോ വിവരമുള്ളവരോട് ചോദിക്കണം. അല്ലെ ഇവരുടെ വീട്ടിലല്ലേ നീയൊക്കെ താമസിക്കണം, അവരോടൊന്ന് പറയണ്ടേ ഒരു കാര്യം തുടങ്ങാൻ പോണത്? നീ എന്താ എന്റെ പരിപാടി? ആശാനെ ഈ ദൂരെണ്ണ പറ്റിച്ചാണ്. കാരണം ആശാനില്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടന്നേന്. അല്ല അത് കുഴപ്പമില്ലടാ, അതൊക്കെ ഞാൻ ക്ഷണിച്ച്. ഓ അത് കുഴപ്പമില്ല, കാരണം നമ്മള് തമ്മിൽ ഇനിയിപ്പോ കാണുന്നില്ലല്ലോ. ആശാനെ എന്ത് കാണാണ്ട് ഞാൻ എവിടെ പോകാനുണ്ട് ആശാനെ? ഇജ്ജ് എവിടെ പോകാനാന്നോ? അനക്ക് ഇപ്പൊ തന്നെ പോവാനോ? എന്റെ കാറുള്ളതല്ലേ? കാറ് എന്റെ കാർ എവിടെ? കാറ് ആ ഇപ്പൊ പുറപ്പെടു വെച്ച കാസർഗോഡ് വളരെ എളുപ്പം അങ്ങോട്ട് എത്തും. മോന്തിയ ഉണ്ട്, അതിന് മുമ്പ് പോയിക്കോ. ഇതുവരെ കാറിൽ കേറിയിട്ട് പോലില്ല ആശാനെ. ഇല്ല അല്ലേ? ഒരു ആശ പറഞ്ഞല്ലേ? ഏടാ ഹമുക്ക, ഈ ലോട്ടറി എന്ന് പറയണത് തന്നെ ഒരു കറക്കി കൂത്താ. അതിന് പറ്റിക്കും കൂടി ചെയ്താലോ പടച്ചോനെ തന്നെ വെറുതെ വിടോ? ദജ്ജാലെ വിടോ? എന്നിട്ട് അവന് പണി കൊടുക്കണമെന്ന്. കോട്ടയം വരിക ക്ഷമിക്കുക, അവന് വേറെ ആരാ ഉള്ളത്? ഒരു തവണത്തേക്ക് വിട്ടു. അന്നയെ തിരിച്ചെടുക്കൊക്കെ ചെയ്യാ, പക്ഷെ ആനക്ക് ഇനി ശമ്പളവും ഇല്ല ലീവും ഇല്ല. ഭക്ഷണം മാത്രം. നിക്കണ പോണ? നിക്കണം, ഒറ്റ വാക്കിയില്ല. നിക്കെന്ന് പറഞ്ഞാൽ നിക്കും. ഇത് അടിയുടെ ചിരയുടെ തരികൾ